വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രയാസമാണ് സൈനസൈറ്റിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈനസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് സൈനസ് ആണ്. അതായത് സൈനസുകൾക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കാരണം ഹെവിനെസ് ഫ്രണ്ടിലും, അതുപോലെ സൈനസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളാണ്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കാണുന്ന എയർ ഹോള് പോലെ നോർമലി സർക്കുലേഷൻ നടത്താൻ, എയർ സർക്കുലേഷൻ നടത്താനുള്ള ബോഡിയുടെ മെക്കാനിസമാണ് സൈനസ്. അപ്പം അതിന് ഇൻഫ്ലമേഷൻ വരുന്നത് അത് ഇപ്പോൾ ക്രോണിക് ആവാം, അക്യൂട്ട് ആവാം. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ക്രോണിക് ആയിട്ട് വർഷങ്ങളോളം സൈനസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചില ഇൻസിഡൻറ്റ് കാലാവസ്ഥ മാറുമ്പോൾ വരുന്ന, അപ്പോൾ ആ ഒരു ടൈപ്പ് സൈനസ് ഉണ്ട്. പ്രധാനമായിട്ട് സൈനസൈറ്റിസ് 3 തരമാണ്. അത് ഏതൊക്കെ തരമാണെന്നും അതിന് എന്തൊക്കെ രൂപത്തിൽ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളത് നമുക്ക് വിശദമായിട്ടും സംസാരിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ പ്രധാനമായിട്ടും സൈനസൈറ്റിസിൻ്റെ 3 തരം. നമുക്ക് ഏത് ടൈപ്പാണ് നമ്മുടെ സൈനസ് എന്ന് അറിയാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഡിസ്ചാർജ്, സൈനസിൻ്റെ തുടർച്ചയായിക്കൊണ്ടുള്ള ഡിസ്ചാർജ്, അതിൻ്റെ കളറ് വാട്ടറി ഡിസ്ചാർജ്, കളറുള്ള വെള്ളം പോലെയുള്ള തുടർച്ചയായിട്ടുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഡിസ്ചാർജോട് കൂടി സൈനസ്. അതിന് ഹെവിനെസ് ആയിരിക്കും, തലക്കൊരു വല്ലാത്തൊരു കന ഉണ്ടാവും. പക്ഷേ അവിടെ പെയിനോ ഫീവറോ ഒന്നും ഉണ്ടാവില്ല. അതികഠിനമായ തലക്കനായിരിക്കും, പക്ഷേ ചൂടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. രണ്ടാമത്തെ ടൈപ്പ്, ഇത് കൂടുതലായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയം കോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൾഡ് ഇഷ്യൂ ആയിട്ട് അലർജി തുമ്മലൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ചൂടായിരിക്കും. അവിടെ സൈനസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ചെറിയൊരു പനിയുടെ ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും, സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ആയിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് സൈനസ് ബ്ലോക്ക് ആയിരിക്കും, എപ്പോഴും തലക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വാട്ടറി ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ രണ്ടിനും ഫസ്റ്റത്തത് വാട്ടറി ടൈപ്പ് ഡിസ്ചാർജ് ആണ്, രണ്ടാമത്തത് യെല്ലോ കളർ ഡിസ്ചാർജ് ഉണ്ടാവും. മൂന്നാമത്തതിന് വാട്ടറി ഡിസ്ചാർജ് ഉണ്ടാവില്ല, മൂക്കിന്ന് യാതൊരു ഡിസ്ചാർജ് ഉണ്ടാവില്ല, പക്ഷെ ക്രോണിക് ആയിരിക്കും, വളരെ വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ സൈനസൈറ്റിസ് ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ 3 വ്യത്യസ്ത കാരണങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കോൾഡായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം കഫത്തിൻ്റെ ബുദ്ധിമുട്ട്, തണുപ്പ് കൊണ്ടുണ്ടാവുന്ന പ്രയാസങ്ങളാണെങ്കിൽ ആ ഒരു ടൈപ്പാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവുന്ന സൈനസൈറ്റിസ് അല്ലെ സൈനസിൻ്റെ ബുദ്ധിമുട്ട് തണുപ്പ് വരുന്ന സമയത്താണ് അത് അഗ്രസീവ് കൂടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ രീതികളൊന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. തുടർച്ചയായി കൊണ്ട് AC-യുടെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെ ഫാൻ്റെ നേരെ ചോട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ മഴ വന്നു കഴിഞ്ഞാലും വെയിൽ വന്നു കഴിഞ്ഞാലും എൻ്റെ ബോഡിക്കാണ് ആദ്യം എഫക്റ്റ് ആവാറ്. കാരണം എന്താണ്, കഫത്തിൻ്റെ പ്രകൃതമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഈ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ചുക്ക് കാപ്പി കഴിക്കുക. അതിൽ പറ്റിയ ഒരു നുള്ള് കുരുമുളകും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഈ കഫം കാലാവസ്ഥ മാറിയിട്ടുള്ള തുമ്മലും അലർജിയും പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് കിട്ടും. രണ്ടാമത്തെ കാര്യം ചെയ്യാൻ വരുന്ന കാര്യമാണ് പകലുള്ള കുളി നിർബന്ധമായിട്ട് ഒഴിവാക്കുക. പകൽ സമയങ്ങളിൽ കുളിക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. പകൽ എന്ന് പറഞ്ഞാൽ 11 മണി വരെ കുളിക്കുക. അതിന് ശേഷം പിന്നെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ദേഹം മാത്രം കഴുകി ശരീരം മാത്രം കഴുകിയിട്ട് തല കുളിക്കുന്നത് വൈകിട്ടിന് ശേഷം, സന്ധ്യയ്ക്ക് ശേഷം ആക്കുക, അല്ലെങ്കിൽ 11 മുമ്പായിട്ട് കുളിക്കുക. കാരണം എന്താണ്, ഇത് ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് തന്നെ കഫം ബോഡിയിൽ ഈ പറഞ്ഞ നീർക്കെട്ട് വരികയും അത് സൈനസ് ബ്ലോക്ക് ആവുകയും ചെയ്യും. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പകൽ സമയങ്ങളിൽ ഉറക്കം നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ തുടർച്ചയായിട്ട് തണുപ്പ് കാലത്ത് ഉണ്ടാവുന്ന സൈനസിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവർ ചെയ്യേണ്ടത് രാത്രി കാലങ്ങൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് വൈകി എഴുന്നേൽക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് തന്നെ മനസ്സിലാവും, തലക്ക് ഭയങ്കര ഹെവിനെസ് ആയിരിക്കും, തലക്കൊരു അടി കിട്ടിയ ഒരു കിക്ക് പോലെ ഉണ്ടാവും, നടക്കാനോ ഡേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സൈനസിൻ്റെ ടൈപ്പും നമ്മുടെ അവസ്ഥ തിരിച്ചറിയൽ നിർബന്ധമാണ്. കാരണം ഏത് ടൈപ്പാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും തലക്ക്, അതോടൊപ്പം തന്നെ നല്ല ഹെവിനെസ്സും പനി പോലെ ഉണ്ടാവും, ഉള്ളിൽ ചെറിയൊരു പനി പോലെ ഉണ്ടാവും. അത് കുറച്ച് ആ ഒരു ടൈപ്പാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അർക്ക് ഗുലാബ് അഥവാ റോസ് വാട്ടർ പഞ്ഞിയിലാക്കിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കോൾഡ് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ചൂടുള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് കോൾഡ് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെയിന് നല്ല റിലീഫ് ഉണ്ടാവും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഡ്രൈനെസ്സും അതോടൊപ്പം തന്നെ ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് നിങ്ങൾ നിർബന്ധമായിട്ടും ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ ഈ നാസൽ പോളിപ്പും ഇത് ഈ ബ്ലോക്കിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഈ രൂപത്തിൽ നമ്മൾ കാരണം അറിഞ്ഞുകൊണ്ട് സൈനസിന് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എളുപ്പം പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും.
സന്തോഷത്തോടു കൂടി യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ നല്ല സുഖമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി സൈനസൈറ്റിസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് ടൈപ്പാണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളതും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.